viewers, and welcome to your favorite chat show, Star Jam. This is your favorite host, Rohini Edukula. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ. ഇത് പറയാത്ത ഒരു കൊച്ചിക്കാരും കാണില്ല. പക്ഷേ ഈ ഡയലോഗ് എഴുതിയത് ആരാണ്? That is the person who's sitting in front of me today, Mr. Unni R. Hi. Welcome to the show. Thank you. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡയലോഗ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ അത് എഴുതിയത് തന്നെ ആരാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കഥ എങ്ങനെയാണെന്നോ എന്ന് ആർക്കും അറിയില്ല. ലൈക്ക് ഹൗ ദി സ്റ്റോറി കെയിം അബൌട്ട്, എന്താ ഉണ്ടായെന്നുള്ളത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ അതിൻ്റെ ഡയലോഗ്സ് വൺ ലൈനേഴ്സ് ആയിരിക്കണം എന്നുള്ളത് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ശരിക്കും വൺ ലൈനേഴ്സ് എഴുതുന്നത്. എനിക്കൊന്ന് ഇത് ഒന്ന് തന്നെ അതിൻ്റെ ഡയറക്ടർ അപ്രൂവ് ചെയ്തതാണ്. പിന്നെ ഒരു 13 സീൻ എഴുതിയിട്ടാണ് ആദ്യമായിട്ട് മമ്മൂക്കയെ കാണാൻ പോകുന്നത്. മമ്മൂക്ക തൊടുപുഴയിൽ ഷൂട്ടിംഗ് സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ അദ്ദേഹം പണിയെടുക്കുകയാണ്. അപ്പോൾ എടുത്തൊന്ന് വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സിനിമയായിട്ട് ബന്ധമില്ല, ഇദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിങ്ങനെ വായിച്ചു. ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. 13 സീൻ വരെ ആയിട്ടുള്ളൂ. ഇത് മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ പോലെ ഈ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയി, ആൾക്കാർ പറയുന്നുണ്ട്, പത്രക്കാർ എഴുതുന്നുണ്ട്. ഈയിടെ തോമസ് ഐസക്കിൻ്റെ ഒരു ആർട്ടിക്കിൾ പത്രത്തിൽ വന്നതിൽ ഇങ്ങനെ ഈ കൊച്ചിയെക്കുറിച്ചിട്ട് എന്തോ എഴുതിയ കൂട്ടത്തിൽ ഇങ്ങനെ ഈ കൊച്ചി ആ പഴയ കൊച്ചിയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതൊരു രസമാണല്ലോ. നമുക്കിങ്ങനെ ഇവിടെ ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുന്ന സമയത്തുമൊക്കെ ഇങ്ങനെ ആൾക്കാർ വലിയ ബാനറിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു ദിവസം പോകുമ്പോഴാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പിന്നെ നമ്മളാരും അറിയുന്നില്ല എന്നുള്ളത് വലിയ പരാതി എന്നുള്ള കാര്യമൊന്നും അല്ലല്ലോ, സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എഴുതിയൊരു ഡയലോഗ് എഴുതിയപ്പോൾ എപ്പോഴെങ്കിലും ഇത് ഇത്രയും വലിയ ഒരു ട്രെൻഡാവും അല്ലെങ്കിൽ ഇത്രയും പറയപ്പെടുന്ന ഒരു ഡയലോഗ് ആയിരിക്കും എന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചു? അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അതൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളൂ. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശെങ്കിലും മരിച്ചത്. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി, പിന്നെ ഇതേപ്പോ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേന് നമ്മ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്നെ തരണത്? സാക്ഷിയാണെന്നും പറഞ്ഞിട്ട് അന്ധകാര കോളേജിലുണ്ടല്ലോ, അവനെ പോയി പൊക്കടാപ്പാ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടാ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. മമ്മൂട്ടി ആദ്യമായിട്ട് കാണാൻ പോയി എന്ന് പറഞ്ഞ ആ ഒരു അതിനോർത്ത് കുറച്ചൊരു പിന്നെ മമ്മൂട്ടിയോടാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ എങ്ങനെ ആയിരിക്കും അതിന് ഒരു പ്രിപ്പറേഷൻ പ്രസന്റേഷൻ കരുതിയിരുന്നത്? പിന്നീട് എന്താണ് ഉണ്ടായത്? അപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ നമ്മൾ നോക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം ഞാനൊരു 2 സീൻ വായിച്ചിട്ട് ഞാനിങ്ങനെ നോക്കി. കാരണം ഇത് പുള്ളി കേൾക്കും. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ അശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, താനങ്ങ് വായിച്ചോന്ന് പറഞ്ഞു. ഈ മനുഷ്യനിത് മുഴുവൻ നമ്മളിത് ഇതിനിടയിൽ കൂടെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് ഫോൺ വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞത് മുഴുവൻ എന്ത് ഞാൻ വായിച്ചോ അത് മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ചില കാര്യങ്ങൾ തിരിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു കൗതുകം തോന്നി. അദ്ദേഹം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. പിന്നെ എനിക്കങ്ങനെ നമ്മളങ്ങനെ അദ്ദേഹമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിന്നെ നമ്മളങ്ങനെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധങ്ങൾ ആരോടും ഞാനങ്ങനെ സിനിമയിൽ എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധങ്ങളുമില്ല. പക്ഷേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ, ഒരു ഓണപ്പതിപ്പിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റർ കമൽ സജീവ് ഇങ്ങനെ മമ്മൂക്കയോട് ചോദിച്ചു, ഇങ്ങനെ ഉണ്ണി എന്ന് പറഞ്ഞ കക്ഷി വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട്. അപ്പോൾ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞ സിനിമ എഴുതിയ വരാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മമ്മൂക്കയെ കാണുന്നത് അപ്പോഴാണ്, അത് 2-3 കൊല്ലത്തിന് ശേഷം എന്താണ് കാണുന്നത്. അത് പക്ഷെ ഭയങ്കര രസമായിട്ട് അത് ഇൻ്റർവ്യൂ ചെയ്തു. പിന്നെയും മമ്മൂക്കയെ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴാണ് കാണുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ഈ മുന്നറിയിപ്പിൻ്റെ സമയത്താണ് മമ്മൂക്ക പിന്നെ കാണുന്നത്. അങ്ങനെയല്ലാതെ ഫോൺ ചെയ്യുകയോ വിളിക്കുകയൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു
നമ്മളോടൊരു ഇഷ്ടോ സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ കമ്മിങ് ടു പുതിയ പ്രോജക്റ്റ് മുന്നറിയിപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റ് അല്ലേ, അത് വീണ്ടും ഒരു ഭാഗ്യം തന്നെ പറയട്ടെ, മമ്മൂട്ടി സാറുമായിട്ട് വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ്. ഹൗ ഡു യു ഫീൽ ലൈക്ക് വീണ്ടും ഇതുപോലെ ഒരു ഹിറ്റായിട്ട് തന്നെ വരുമോ ബിഗ് ബി? എന്താണ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ്സ്? ബിഗ് ബി പോലത്തെ ഒരു സിനിമ അല്ല ഇത്. ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്കൊരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അത് ഞാൻ അങ്ങനെ ഒരാളുമല്ല. അത് ഈ സിനിമ ഇങ്ങനെ വലിയ ഹിറ്റാവും. ഈ സിനിമ ഒരു മോശമല്ലാത്ത സിനിമയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രഞ്ജിത്താണ്, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്താണ്. അതിൻ്റെ ക്യാമറയും അതിൻ്റെ കഥയും സംവിധാനവും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വേണു ആണ്. മമ്മൂക്കയാണ് അതിൻ്റെ ലീഡ് റോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം, റൈറ്റർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ മറ്റ് സിനിമകൾ കണ്ടിട്ടൊന്നുമല്ല അപ്പം അദ്ദേഹം വേണു എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളോടുള്ളൊരു ഇഷ്ടം, ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. മുന്നറിയിപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് ഒരു അയ്യേ എന്നാലും വെക്കില്ല, ഒരു ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തി ഒരു കഥ എന്ന് പറയാനായിട്ട് വാട്ട് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റോറി ദാറ്റ് യു റോട്ട് എവർ? അല്ല, അത് എന്താ പറയണ്ട, ഒരു ശരിക്കും പബ്ലിഷ് ചെയ്യാൻ അയച്ച 3 യാത്രക്കാർ എന്ന് പറഞ്ഞ ഒരു കഥ. അതിനു മുമ്പ് ഒരു നീലചിത്രം എന്ന് പറഞ്ഞ കഥ എഴുതി. അത് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ സമയത്താണ് ഇതൊക്കെ അയച്ചിട്ടുള്ളത്. ഏത് ഏജിലായിരുന്നു, ഏത് വയസ്സിലായിരുന്നു? ഇല്ല, കഥയൊക്കെ നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതാറുണ്ടായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു കഥയ്ക്കൊക്കെ. അത് നമ്മൾ മത്സരത്തിന് വേണ്ടി എഴുതുന്നതാണല്ലോ, മറ്റുള്ളവരോട് മത്സരിക്കാനല്ല. നമ്മളോട് മത്സരിച്ച് എഴുതാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ എഴുത്തുകാരനാവുന്നത്. അത് ഒരു 2001 ശരിക്കും ഒരു സീരിയസ് ആയിട്ട് ഒരു എഴുത്തിലേക്ക് വരുന്നത്. 2001 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു ട്രാൻസിഷൻ പോയിൻ്റാണ് ശരിക്കും. എഴുതുന്നൊരു സ്ക്രിപ്റ്റ് അത് സിനിമയായി വരുമ്പോൾ അതിൻ്റെ അകത്തെ എലമെന്റ്സ് എവിടെയെങ്കിലും ലോസ്റ്റ് ആയി പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും തന്നെ എന്താ പറയണ്ടത്, ഈ മീഡിയത്തിനകത്ത് ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സിനിമയാണ്, കേരള കഫേയിലെ. അതൊരു റൈറ്ററുടെ സിനിമയൊന്നുമല്ല, അതൊരു ഫിലിം മേക്കറുടെ സിനിമ. അതൊരു ഭയങ്കര ക്രാഫ്റ്റ് മാനായിട്ടുള്ള ഒരു മിടുക്കനായിട്ടുള്ളൊരു ഡയറക്ടർ ഉണ്ട് അതിനകത്ത്, അൻവർ റഷീദ്. അത് അൻവറിന്റെ സിനിമയാണ് ശരിക്കും. മണിയെ എന്താമേ വിശന്നിട്ട് അമ്മക്ക് വയറ് കത്തുന്നടാ. ഇത്രയും നേരമായിട്ട് അമ്മക്കൊന്നും കൊടുത്തില്ലേടി? ദേന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്. തിന്ന് ഏമ്പക്കം വിട്ട് 10 മിനിറ്റ് ആയില്ല. മറന്നു പോയായിരിക്കും. നീ ഇത്തിരി കഞ്ഞൂടി കൊടുക്കും. മലക്കും മോനെ കാണുമ്പോ മലക്കം ഇത്തിരി കൂടുതലാ. നാടി വിറ്റാ കൊണ്ടുപോകുന്നു പറഞ്ഞു നോക്കിയേ. അപ്പൊ കാണാൻ കെട്ടി ഒരു പുറപ്പെടുന്നേ. കൂടുതൽ വർത്താനം പറയാതെ അമ്മക്ക് ഇത്തിരി കഞ്ഞു കൊടുക്കണേ. ഇത്തിരി കഴി. ഇത്രയും നേരമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. അതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. എന്നാ നിന്റെ അണ്ണാക്കിലോട്ട് ഉരുട്ടി വെച്ച് തരാറി, എന്നിട്ട് നീ തിന്നാ മതി. അതൊന്നും ഈ ജന്മത്ത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. കൊല്ലം കുറെ ആയല്ലോ. ഉണ്ണി എഴുതാത്ത വേറെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് റെസ്പെക്ട് ചെയ്യുന്ന ആരാണ്? ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ ആരാണ്? KG ജോർജ് ഭയങ്കര ഇഷ്ടമുള്ള റൈറ്ററാണ്. രഞ്ജി പണിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ രഞ്ജിത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. രഞ്ജിത്തൊക്കെ ഈ തലേ ദിവസമൊക്കെ ഇരുന്നിട്ട് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്കൊന്നും ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. നല്ല പ്രാഞ്ചേട്ടനൊക്കെ ഭയങ്കര രസമുള്ള ഒരു ശ്രീനിവാസനൊക്കെ ഭയങ്കര ബെസ്റ്റ് പാർട്ടീസ് അല്ലേ. ഉണ്ണി ഒരു ഫ്രീലാൻസ് റൈറ്റർ ആണോ അതോ ഒരു ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ? ഞാൻ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. സോ ഹൗ ഡസ് ദാറ്റ് വർക്ക്? എങ്ങനെയാണ് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ കാര്യം, കഥ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മാത്രം പണിയാണ്. അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എഴുതുന്നു. അതിൻ്റെ രാജാവും മന്ത്രിയും അവിടുത്തെ ബാല്യക്കാരനും അവിടുത്തെ പ്രജയൊക്കെ തന്നെ ഞാൻ തന്നെയാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. ഞാൻ ഇതിങ്ങനെ തന്നെയാണ്. പക്ഷെ അതല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. അതിനകത്ത് ഡയറക്ടറുടെ ആവശ്യപ്പെടുന്ന, അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതേണ്ടി വരുന്ന ഒരാളാണ്. അത് ഞാൻ ഇങ്ങനെ എഴുതുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ബോറം പരിപാടിയാണ്. അയാൾക്ക് വേണ്ടിയിട്ടല്ല എഴുതുന്നത്. കോ റൈറ്റിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, ഹൗ ഡസ് ദാറ്റ് വർക്ക്? 2 പടമാണ് എഴുതി. ഒന്ന് ചാപ്പാക്കുരിശ്, ബാച്ചലർ പാർട്ടി. ടോണി നീതും കൂടെ കൊടൈക്കനാൽ ഹണിമൂണിന് പോയ കഥ നീ കേട്ടിട്ടുണ്ട്? ഒന്ന് പോടാ അവിടുന്ന്.
ഓ എന്നാ അയാൾ കേൾക്കണ്ട. ബിറ്റുള്ള കഥയാണെങ്കിൽ പറ. ബിറ്റല്ലേ ഉള്ളൂ മച്ചു. എങ്കിൽ പറ. ടോണി നീതും കൂടെ കൊടൈക്കനാൽ ലേക്കിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ 6 ഭാഷ സംസാരിക്കുന്ന തത്തയായിട്ടൊരു തമിഴൻ വന്നു. 6 ഭാഷയോ? ഒന്ന് പോടാ. ആണളിയാ, 6 ഭാഷ. പെണ്ണിനാണെങ്കിൽ തത്തയെ വാങ്ങണമെന്ന് ഒറ്റ നിർബന്ധം. തത്തയെ മേടിച്ചുകൊണ്ട് റൂമിൽ ചെന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ, ഹണിമൂണല്ലേ, പരിപാടിയൊന്നുമില്ലേ, സമയം കളയില്ലേ എന്നൊക്കെ പറഞ്ഞ് തത്ത ഭയങ്കര ഡയറക്ഷൻ. എന്നിട്ടെന്താ, ടോണി ഒരു പുതപ്പിട്ട് എന്നെ കൂടങ്ങ് മൂടി. തത്ത തെറിയും തുടങ്ങി. ഉള്ള നേരത്ത് സ്ഥലം വിട്ടേക്കാന്ന് ടോണി പെണ്ണിനോട് ആംഗ്യം കാണിച്ചു. പെട്ടിയെടുത്ത് പെണ്ണിറങ്ങിയപ്പോൾ ദാ കിടക്കുന്നു. പെട്ടി അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ടോണി പെണ്ണിനോട് നീ മോളിൽ കയറി ഇരിയടിയെന്ന്. ഇത് കേട്ടതും എടാ മഹാബാബി ഈ തുണി മാറ്റടാ, ഞാനും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞ് തത്ത കിടന്ന് ഭയങ്കര അനന്ത്. പെണ്ണിരുന്നിട്ട് പെട്ടി അടയണ്ടേ. അപ്പൊ പെണ്ണ് ടോണിയോട് ചേട്ടനും കൂടെ മോളിൽ കയറി ഇരിയുന്നു. ഇതും കൂടെ കേട്ടപ്പോ തത്തയുടെ കൺട്രോള് പോയി. അളിയാ, 2 പേരും കൂടെ ഒരുമിച്ച് മുകളിലിരുന്നുള്ള പരിപാടി ഞാൻ കണ്ടിട്ടില്ലടാ തെണ്ടീന്നും പറഞ്ഞ് തത്ത കടന്നു.